ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയൊരു സ്നാക്സ് ഉണ്ടാക്കാം. അതായത് 2025 ന്യൂ ഇയർ സ്പെഷ്യൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ശാന്തിയും എല്ലാം ഈ വർഷം ദൈവാനുഗ്രഹത്താൽ ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനൊരു പാൻ വെച്ചു, ചൂടായപ്പോൾ ഇത്തിരി നെയ്യിട്ടു. ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് ഇടാം കേട്ടോ. എത്ര വേണമെങ്കിലും നെയ്യൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. വലിയൊരു സ്പൂൺ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിത് പഴം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പഴം പൊരിക്ക് ആക്കണമാതിരി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പലഹാരം തന്നെയാണ്. കാരണം മധുരം എന്ന് പറയുമ്പോൾ സ്വീറ്റ്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലോ. അപ്പോൾ ഒരുവിധ ഷുഗറുള്ളവരൊക്കെ മാത്രം ഇത്തിരി സ്വീറ്റ്സൊക്കെ ഒന്ന് കുറയ്ക്കുക. ബാക്കിയുള്ളവർക്ക് മധുരം കഴിക്കുന്നതിന് കുഴപ്പമില്ലാത്തവരൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതിലേക്ക് പിന്നെ ഒരു മുട്ട എടുക്കുന്നുണ്ട്, ഒരു അരക്കപ്പ് മൈദയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഒരു നുള്ളു ഉപ്പിടാം, പിന്നെ 2-3 സ്പൂൺ പഞ്ചസാര ഇടാം. അങ്ങനെ അത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പലഹാരമാണിത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ചെയ്യും. അതുകൊണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്യാതിരിക്കരുത്, ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് സ്നാക്സായിട്ട് ഇത് 4 മണിക്ക് ഒരു പലഹാരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര ഒരു 3 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 3 ഇല്ല, ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. 1 സ്പൂൺ ലാസ്റ്റാണ് ഇട്ടത് കേട്ടോ. ഇപ്പോൾ 2 സ്പൂൺ ഇട്ടു. അതിൻ്റെ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 3 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതെന്ന് പറയുന്നത് ഇത് പണ്ടത്തെ പലഹാരമാണ്, ഇപ്പോഴൊന്നുമല്ല. പണ്ട് മുതലേ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് ഇതേപോലെ. എളുപ്പത്തിന് വിശപ്പ് മാറും ചെയ്യും. കാരണം മൈദയുള്ള മുട്ടയൊക്കെ അല്ലേ, അപ്പോൾ നമുക്കത് വിശപ്പ് മാറും ചെയ്യും. കുറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 2-3 കഷ്ണം കഴിച്ചാൽ നമുക്കതിൻ്റെ ഇത് മാറും. അപ്പോൾ അതായത് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയിട്ട് ഈ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതാ കണ്ടില്ലേ, ഇത് മാറ്റി നല്ല ഒരുവിധം ബ്രൗൺ ആയാൽ മതി. പിന്നെ വീണ്ടും ഇത്തിരി നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇടാം കേട്ടോ. അതിൽ നെയ്യ് വേറെ ബോട്ടിലാണ്. ഇതിൽ കഴിഞ്ഞിട്ട് വേറെ എടുക്കാമെന്ന് എഴുതിയിട്ട് ഞാനങ്ങനെ, അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് കാണുന്നത്. നിങ്ങൾ വേറെ ബോട്ടിലിൽ ഉണ്ട്, ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട്. വെണ്ണ വാങ്ങിച്ച് ഉരുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇത് എന്നിട്ട് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ആ പഴം ഇപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, റോസ്റ്റ് ചെയ്ത പഴമൊക്കെ നമുക്കതിൽ ഓരോന്നോരോന്നായിട്ട് അതിൽ നിരത്തി കൊടുക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ, അതാണ് എൻ്റെ കൈ പൊള്ളണേ. അതിപ്പോൾ ചൂടിന്ന് വാങ്ങിയല്ലേ ഉള്ളൂ, അതാണ് ഞാനിങ്ങനെ കൈ കുടയണേ കേട്ടോ. അയ്യോ നല്ല ചൂടാണ്, അയ്യോ കൈ പൊള്ളുകയാണ് എനിക്ക്, നല്ല ചൂടാണ്. കൈ കൊമ്പളയ്ക്കോ എന്ന് എനിക്കറിയില്ല, അത്രയും ചൂടാണേ. എന്നിട്ട് അതിൻ്റെ മീതെ വേണമെങ്കിൽ നമുക്ക് കാരമലൈസ് ചെയ്തിട്ട് ശർക്കര ഇങ്ങനെ, അല്ല ശർക്കരയല്ല പഞ്ചസാര തന്നെ കാരമലൈസ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ മീതെ ഒഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ പഞ്ചസാര ഇടാം. അതിൻ്റെ മുകളിൽ ഇനി ഇത്തിരി കൂടി മധുരം എത്ര വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് മധുരം നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എത്ര വേണമെങ്കിൽ ചേർക്കാം. അല്ലാത്തവർ ഞാനിതൊന്ന് മറിച്ചിട്ടെ കേട്ടോ. മറിച്ചിടാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, ഇത്തിരി ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ. എനിക്ക് പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ഐഡിയ, ആ മൂടി കൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് മൂടി എടുത്തിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 2 ഭാഗവും ശരിയായി കിട്ടും. ഞാൻ വേറൊരു പാത്രം എടുക്കാൻ നോക്കിയത്, അപ്പോൾ പറ്റിയില്ല. അപ്പോൾ അതേ മൂടിയിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മറിക്കുക. അത്രയുള്ള പണി. ഇത് കാരണം അത് അടർന്നൊക്കെ കിട്ടിയതാണല്ലോ. അപ്പം എന്നിട്ട് ഇങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് ഇതിൻ്റെ പേരൊന്നും ഇല്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഏത്തപ്പഴം സ്നാക്സ്, ഇത് 2025 സ്പെഷ്യൽ. ഇനി വീണ്ടും ഇതിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട്. പഴം എത്ര പഞ്ചസാര, ഇത് കാരമലൈസ് ചെയ്തിട്ട് ഈ സമയത്താണ് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നട്ട്സ് ഇടണമെങ്കിൽ നട്ട്സ് ഇടാം.
ഞാനതൊന്നും ഇപ്പോൾ ഇടാൻ ഇട്ടില്ല കാരണം എനിക്കിപ്പോൾ അത് പുറത്തേക്കൊന്ന് പോകാനുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. അത് നല്ല ചൂടാണ്, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പെട്ടെന്ന് എഴുതിയിട്ടാണ്. കണ്ടോ, റോളാക്കി എടുത്തു. അങ്ങനെ റോളാക്കി ചുരുട്ടി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പിന്നെ കത്തി വെച്ചിട്ട് മുറിച്ചിട്ട് ഒരേ കഷ്ണമാക്കിയിട്ട് വെക്കുക കേട്ടോ. ഇത് നല്ല ചൂടിൽ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. നല്ല ചൂട് സാധനമാണ്. ഇതാ കഷ്ണാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ റോള്. എന്നിട്ട് നമുക്കതങ്ങനെ ഇങ്ങനെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ലുക്കിലല്ലല്ലോ കാര്യം, ലുക്ക് ഇത്തിരി കുറഞ്ഞു അല്ലേ? എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇതേ മൈൻഡ് തന്നെ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈസി അല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും 2005 ന്യൂ ഇയർ ആശംസകൾ. 2005 എല്ലാവർക്കും ഒരുപാട് ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടട്ടെ, സന്തോഷം നിറഞ്ഞതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.